കോട്ടയത്തെ നവജാത ശിശു വിൽപ്പന കേസിൽ പ്രതികൾ പരാതിക്കാരിയുമായി നടത്തിയ വാട്സ്ആപ്പ് ചാറ്റുകൾ പുറത്തുവിട്ട മാതൃഭൂമി ന്യൂസ്. കുട്ടിയെ വിറ്റാൽ 2 ലക്ഷം രൂപ തരാമെന്ന് പറയുന്നതും ഈ ചാറ്റിലുണ്ട്. അതേസമയം പ്രതികൾ 6 മാസം മുൻപ് തൊടുപുഴയിൽ വെച്ച് കുട്ടികളെ വിറ്റ സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുമുണ്ട്. പരാതി നൽകിയിരിക്കുന്ന 22 വയസ്സുള്ള അസം സ്വദേശിനി 1.5 വയസ്സുള്ള കുഞ്ഞിന്റെ അമ്മയാണ്. രണ്ടാമതും ഇവർ ഗർഭിണിയായ സമയത്ത് ഈ കുഞ്ഞിനെ അബോർഷൻ ചെയ്യണമെന്ന് ഭർത്താവും വീട്ടുകാരും ഉൾപ്പെടെ പറഞ്ഞു. പക്ഷേ അത് കേൾക്കാൻ ഈ പെൺകുട്ടി തയ്യാറായില്ല. തുടർന്ന് ഇവരെ ഈ അസമിലുള്ള വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഈ കുഞ്ഞിന്റെ സംരക്ഷണം നടത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി ഇവർ പലതരത്തിൽ ഏതെങ്കിലും അത്തരത്തിൽ കുഞ്ഞിനെ സംരക്ഷിക്കുന്ന ദത്തെടുക്കുന്ന സംഘടനകൾ ഉണ്ടോ എന്ന് ഗൂഗിളിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ തന്നെ തപ്പി ആ പരിശോധനയിലാണ് അർഷിവ് കെയർ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം ഐ ഡി ഇവർ ശ്രദ്ധിക്കുന്നതും ഇവർ അത്തരത്തിൽ അതെനിക്ക് മെസ്സേജ് അയക്കുന്നത്. അങ്ങനെ ഇൻസ്റ്റഗ്രാം ഐ ഡിയിൽ ഈ അർഷിവ് കെയർ എന്ന ഐ ഡിയിൽ നിന്ന് കാർത്തിക് എന്ന് പറയുന്ന ഒരാളാണ് തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നത്. അതിലൂടെ നിങ്ങൾ കോട്ടയം തീക്കോയിലേക്ക് വരണമെന്നും അവിടെയാണ് ഞങ്ങളുടെ ഓഫീസ് പ്രവർത്തിക്കുന്നതെന്നൊക്കെ തന്നെ പറയുന്നു. അങ്ങനെ കഴിഞ്ഞ ജൂലൈ 16-ാം തീയതി ഇവർ കോട്ടയത്തേക്ക് എത്തുന്നു. ഇവരുടെ യാത്രാ ചെലവിനുമുള്ള ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ അർഷിവ് കെയർ എന്ന ഇൻസ്റ്റഗ്രാം ഐ ഡിയിൽ നിന്ന് സഹായമൊക്കെ തന്നെ ചെയ്തു കൊടുക്കുന്നുമുണ്ട്. എന്തായാലും ഇവർ തീക്കോയിലേക്ക് എത്തുന്നു. തീക്കോയിൽ ഒരു ആളൊഴിഞ്ഞ റബ്ബർ പുരയിടം, അവിടെ ഒരു വീട്, ആ വീടിനുള്ളിലാണ് ഈ പെൺകുട്ടി കഴിഞ്ഞൊരു 10-12 ദിവസമായി കഴിഞ്ഞു വന്നിരുന്നത്. അവിടെ തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള രാജൻ, വാഗമൺ സ്വദേശിയായിട്ടുള്ള അർജുൻ എന്നീ 2 പേർ അവിടെ ഉണ്ടായിരുന്നു. ഒപ്പം 2 സമാനമായ രീതിയിലുള്ള 2 ഗർഭിണികളും അവിടെ ഉണ്ടായിരുന്നു. എന്തായാലും ഈ തീക്കോയിൽ വച്ചാണ് ഈ കുഞ്ഞിനെ ഞങ്ങൾക്ക് നൽകണമെന്നും പകരമായി 3 ലക്ഷം രൂപ ഞങ്ങൾ തിരിച്ചു നൽകുമെന്നും ഈ പെൺകുട്ടിയോട് ഇവർ പറയുന്നത്. पहले इंस्टाग्राम से सबको ढूंढते हैं, ऐसे लड़कियों को ढूंढ के फिर मैसेज करते हैं उनको, फिर मैसेज करके उनको ऐसा बोलते हैं कि हम आपको इतना पैसा देंगे, आप आ जाइए हमारे यहाँ पे 3 लाख 4 लाख जिसको जितना बोल सके. मुझे 3 लाख बोला. ഈ പെൺകുട്ടി തീക്കോയിലെ വീട്ടിൽ നിന്ന് നാട്ടുകാരുടെ തന്നെ സഹായത്തോടു കൂടി അവിടുന്ന് രക്ഷപ്പെടുകയായിരുന്നു. എങ്ങനെ നീ ഇവിടെ എത്തിപ്പെട്ടു എന്ന് ചോദിച്ചപ്പം പറഞ്ഞത് എന്നെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്നാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ആര് കിഡ്നാപ്പ് ചെയ്തു, അപ്പോൾ അവിടെ ഒരു വീട്ടിലാണ് എന്നൊക്കെ ഇങ്ങനെ അറിയാവുന്ന ഭാഷയിൽ പറഞ്ഞു. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ ഞങ്ങൾ പോലീസ് ഇൻഫോം ചെയ്തു. എന്തായാലും പോലീസ് ഇടപെട്ട ഈ പെൺകുട്ടിയെ ഗാന്ധിനഗറിലുള്ള ഒരു ആശ്രമത്തിലേക്ക് കൊണ്ടുവന്നു. അവിടെയാണ് നിലവിൽ ഇപ്പോൾ ഈ പെൺകുട്ടി കഴിയുന്നത്. എന്തായാലും ഈ ആശ്രമത്തിലെ ഈ ചാരിറ്റബിൾ ട്രസ്റ്റിലെ ഡയറക്ടറാണ് കൂടുതൽ കാര്യങ്ങൾ ഈ പെൺകുട്ടിയോട് ചോദിച്ച് മനസ്സിലാക്കുന്നത്. ഇതിന് പിന്നിൽ ഒരു വലിയ കടത്ത് സംഘം, കുട്ടികളെ കച്ചവടം ചെയ്യുന്ന ഒരു സംഘം ഉണ്ട് എന്ന കാര്യങ്ങളൊക്കെ തന്നെ പോലീസിന് പരാതി മുന്നിലേക്ക് എത്തുന്നതൊക്കെ തന്നെ അതിനുശേഷമാണ്. അവിടെ ചെന്നപ്പോൾ 2 സ്ത്രീകളുണ്ടായിരുന്നു പറഞ്ഞു. ഒരാൾ ഗർഭിണിയാണ്, ഒരാൾ പ്രസവം കഴിഞ്ഞ ആളാണ്. ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ പ്രസവം കഴിഞ്ഞ സ്ത്രീ പോയി. പിന്നെ ആ ഗർഭിണിയായിട്ടുള്ള സ്ത്രീ അവർ സ്കാൻ ചെയ്യാൻ കൊണ്ടുപോയായിരുന്നു. സ്കാൻ ചെയ്ത് വന്നപ്പം കൊച്ചിനെന്തോ പ്രോബ്ലമൊക്കെ ഉണ്ടാവുകൊണ്ട് അവർ പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞു. പിന്നെ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യണം, അവർ 3 ലക്ഷം രൂപ വരും, അപ്പോൾ ഇവിടെ കുഞ്ഞിനെ കൊടുക്കണം എന്ന് അവർ ആവശ്യപ്പെട്ടു. അന്നേരം ഇവർക്ക് പേടിയായി. കുഞ്ഞിനെ കൊടുക്കാൻ ഇവളുടെ മനസ്സിൽ. കോട്ടയത്തെ നവജാത ശിശുക്കടത്തുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവരുടെ എണ്ണം 3ആയി. രാജ, അർജുൻ എന്നിവരെ കൂടാതെ കൊല്ലം സ്വദേശിനി അനീന എന്ന യുവതിയെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി. അതേസമയം പ്രതികൾ മുൻപ് ഒരു കുട്ടിയെ വിൽപ്പന നടത്തിയിരുന്നതായി പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 6 മാസത്തിനിടെയാണ് വിൽപ്പന നടന്നിരിക്കുന്നതെന്നാണ് പോലീസ് നൽകുന്ന സൂചന. കുട്ടിയെ വിറ്റതായി കണ്ടെത്തിയതിനെ തുടർന്ന് പ്രതികൾക്കെതിരെ പുതിയൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്യും. വിൽപ്പന നടത്തിയെന്നുള്ളതാണ് ഞങ്ങളുടെ കേസ്. കൊച്ചുങ്ങൾ കേരളത്തിൽ തന്നെയാണ്. നിലവിൽ ഒരു കേസാണ് എഫ്ഐആർ എടുത്തിരിക്കുന്നത്. മറ്റ് ചില ഇൻസിഡൻറ്റും കൂടെ നമ്മുടെ അന്വേഷണത്തിൽ വെളിവാകുന്നുണ്ട്. അതിൽ പ്രാഥമിക അന്വേഷണം നടത്തി വരുന്നു. കോട്ടയം തീക്കോയിൽ പ്രവർത്തിച്ചിരുന്ന സംഘം നവജാത ശിശുക്കളെ വിൽപ്പന നടത്തി എന്നത് സാധൂകരിക്കുന്നതാണ് മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ട വാട്സ്ആപ്പ് ചാറ്റുകൾ. അസം സ്വദേശിനിയായ യുവതിയോട് കുട്ടിയെ വിൽക്കാൻ താൽപ്പര്യമുണ്ടോ എന്നും വിറ്റാൽ 2 ലക്ഷം രൂപ തരാമെന്നും ചാറ്റിലൂടെ പറയുന്നു. ഇതിനു പുറമെ യുവതിയുടെ സ്കാനിംഗ് റിപ്പോർട്ടും സംഘം ആവശ്യപ്പെടുന്നുണ്ട്. ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ചയും ആരോഗ്യനിലയും സംബന്ധിച്ച വിവരങ്ങൾ അറിയുന്നതിനായാണ് പ്രതികൾ റിപ്പോർട്ട് തേടിയിരുന്നത്. പ്രതികളിൽ ഒരാളായ അർജുനാണ് യുവതിയോട് ചാറ്റ് ചെയ്തതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതേസമയം പ്രതികൾ 6 മാസം മുൻപ് തൊടുപുഴയിൽ വെച്ചൊരു കുഞ്ഞിനെ വിറ്റതായി പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ജനിച്ച തമിഴ്നാട് സ്വദേശികളുടെ കുഞ്ഞിനെയാണ് പ്രതികൾ മറിച്ചുവിറ്റത്. ഇതിൽ തൊടുപുഴ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. ഷിനോദസ്റ്റി, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.